ആലപ്പുഴ പുല്ലുകുളങ്ങരയിൽ അഭിഭാഷകനായ മകൻ അച്ഛനെ വെട്ടിക്കൊന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും തട്ടിയെടുക്കാനെന്ന് വിവരം. മകന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നടരാജനെയാണ് നവജിത്ത് വെട്ടിക്കൊലപ്പെടുത്തിയത്. അമ്മ സിന്ധുവിന് പരിക്കുണ്ട്. റിമാൻഡിൽ കഴിയുന്ന ഇയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനാൽ കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സ തീരുന്ന മുറയ്ക്കാകും തുടർ നടപടികൾ ഉണ്ടാവുക. നടരാജന്റെ ദേഹപരിശോധനയ്ക്കിടെ വീടിന്റെ അലമാരയുടെ താക്കോൽ കിട്ടിയിരുന്നു. ഇതുകാരണം അതിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിക്ക് കൈമാറി. നടരാജൻ താക്കോൽ കയ്യിൽ തന്നെ സൂക്ഷിക്കാനുള്ള കാരണവും സംശയകരമാണ്. ധൂർത്തനും ലഹരിക്ക് അടിമയുമായ നവജിത്തിനെ ഭയന്നായിരിക്കാം ഇങ്ങനെ ചെയ്തതെന്നാണ് സംശയം. ഇതിന് കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്കാണ് ഇത് തട്ടിയെടുക്കാനാണ് താൻ കൊലപ്പെടുത്തിയതെന്ന് നവജിത്ത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്.